പ്രമുഖ സംഗീത സംവിധായകൻ SP വെങ്കടേഷ് അന്തരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്ത. പ്രമുഖ സംഗീത സംവിധായകനായ SP വെങ്കടേഷ് ഇനി നമ്മോടൊപ്പമില്ല. അദ്ദേഹത്തിൻ്റെ നിര്യാണ വാർത്ത പുറത്തു വരുന്നു. സംഗീതത്തിൻ്റെ രാജാവ്, സംഗീതരാജൻ എന്നൊക്കെ അറിയപ്പെടുന്ന തെന്നിന്ത്യൻ സംഗീത സംവിധായകനായിട്ടുള്ള SP വെങ്കടേഷ് അന്തരിച്ചു എന്നുള്ളതാണ് വാർത്ത. SPV എന്ന് ആരാധകർ സ്നേഹത്തോടു കൂടി വിളിക്കുന്ന തെന്നിന്ത്യയിലെ സംഗീത സംവിധായകനായിട്ടുള്ള SP വെങ്കടേഷ് അന്തരിച്ചിരിക്കുന്നു. ഒരുപക്ഷെ 1985 മുതൽ 2000 വരെയുള്ള കാലയളവിൽ പുറത്തിറങ്ങിയ മലയാള ചലച്ചിത്ര ഗാനങ്ങളിലൂടെ അദ്ദേഹം മലയാളികളുടെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിരുന്നു. തെന്നിന്ത്യൻ സംഗീത ലോകത്തെ ഐതിഹാസികമായിട്ടുള്ള എത്രയെങ്കിലും ഗാനങ്ങൾക്ക് പിറവിയുണ്ടായത് SPVയിലൂടെയാണ്, SP വെങ്കടേഷിലൂടെയാണ്. 1955 മാർച്ച് 5-ന് SPV ജനിച്ചു. അദ്ദേഹം ചെയ്ത എത്രയെങ്കിലും ഗാനങ്ങൾ സൂപ്പർ ഹിറ്റുകളായിട്ട് മാറിയതിൻ്റെ ചരിത്രം കൂടി നാം ഓർക്കേണ്ടതുണ്ട്. സംഗീതരാജൻ എന്നറിയപ്പെടുന്ന തെന്നിന്ത്യൻ സംഗീത സംവിധായകനായ SP വെങ്കടേഷ് തമിഴ്നാട്ടിലാണ് ജനിച്ചത്. പിതാവ് പഴനി മാൻഡലിൻ വാദകനായിരുന്നു. പിതാവിൻ്റെ ശിക്ഷണത്തിൽ 3 വയസ്സ് മുതൽക്കേ മാൻഡലിൻ വായിക്കാൻ പഠിച്ചു. ഗിറ്റാറിലും ബാൻജോയിലും എല്ലാം SPV കഴിവ് തെളിയിച്ചു. ആദ്യകാലങ്ങളിൽ ഓർക്കുക, നമ്മുടെ പ്രിയങ്കരരായ രവീന്ദ്രൻ, AT ഉമ്മർ തുടങ്ങിയവരുടെയൊക്കെ സംഗീത സഹായിയായിട്ട് പ്രവർത്തിച്ചു. 1968 മുതൽ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം സിനിമകളിലെ നിരവധി ചിത്രങ്ങളുടെ ഓർക്കസ്ട്രയിൽ SPVയും ഉണ്ടായിരുന്നു. ഓർക്കസ്ട്രയിലുള്ള അപാരമായിട്ടുള്ള മികവ് അദ്ദേഹം അങ്ങനെ നേടി. 1971 സംഗീത സംവിധായകനായ വിജയ് ഭാസ്കറിനൊപ്പം സിനിമയിൽ ഗിറ്റാർ വായിച്ചാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. 75 കന്നഡ സിനിമയിൽ അസിസ്റ്റന്റ് മ്യൂസിക് ഡയറക്ടറായിട്ട് ചുവടുറപ്പിച്ചു. പിന്നീട് 81 പ്രേമയുദ്ധ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ സ്വതന്ത്ര സംഗീത സംവിധായകനായി. 83 മലയാള സംഗീതത്തിൽ സജീവമായത്. അതിനു മുൻപേ തന്നെ മലയാളവുമായിട്ട് SPVക്ക് വലിയ അടുപ്പമുണ്ടായിരുന്നു. കണ്ണൂർ രാജൻ, ദേവരാജൻ മാസ്റ്റർ, ബാബുരാജ്, MK അർജുനൻ മാസ്റ്റർ, ദക്ഷിണാമൂർത്തി സ്വാമി, രാഘവൻ മാസ്റ്റർ എന്നിവർക്കൊപ്പമെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചു. ഒപ്പം മാൻഡലിൻ വായിച്ചും അസിസ്റ്റന്റ് മ്യൂസിക് ഡയറക്ടറായും ഓർക്കസ്ട്രകനായും ഒക്കെ അവർക്കൊപ്പം ഏറെ നാൾ SPV പ്രവർത്തിച്ചു. 86 സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത TP ബാലഗോപാലൻ MA എന്ന സിനിമയിൽ മോഹൻലാൽ നായകനായ, മോഹൻലാലിന് മികച്ച നടനുള്ള പുരസ്കാരത്തിന് അർഹനാക്കിയ ആ സിനിമയിൽ AT ഉമ്മറിൻ്റെ അസിസ്റ്റൻ്റായി പ്രവർത്തിച്ചാണ് SPV ഈ സിനിമയ്ക്ക് പശ്ചാത്തല സംഗീതമൊരുക്കിയത്. പിന്നീടാണ് SPV മലയാള സിനിമയിൽ സ്വതന്ത്ര സംഗീത സംവിധായകനായിട്ട് മാറിയത്. 86 തമ്പി കണ്ണന്താനം സംവിധാനം ചെയ്ത് മോഹൻലാൽ സൂപ്പർ ഹിറ്റ് പദവിയിലേക്ക് എത്തിയ രാജാവിൻ്റെ മകൻ എന്ന സിനിമയ്ക്ക് പശ്ചാത്തല സംഗീതവും നൽകിക്കൊണ്ടാണ് മലയാള സിനിമയിൽ SPVയുടെ തുടക്കം. ആ സിനിമ പോലെ തന്നെ അതിലെ സംഗീതവും വലിയ രീതിയിലുള്ള പ്രേക്ഷക പ്രീതി നേടി. ഇക്കാലത്ത് ഓരോരോ വലിയ നടന്മാർ രംഗപ്രവേശനം ചെയ്യുമ്പോൾ വരുന്ന BGM, ആ BGMൻ്റെ ആദ്യഘട്ടത്തിലെ ആവേശമുണ്ടാക്കിയത് ഈ പറയുന്ന സിനിമയിൽ SPV മോഹൻലാലിൻ്റെ രംഗപ്രവേശ വേളയിലും ഉടനീളവും നൽകിയ പശ്ചാത്തല സംഗീതമായിരുന്നു. പിന്നീട് SPVയുടെ ഗാനങ്ങൾ മലയാളത്തിലൊരു തരംഗമായിട്ട് മാറുകയും ചെയ്തു. SP വെങ്കടേഷിന് വിട എന്നുള്ള വാർത്തയാണ് നമ്മുടെ മുന്നിലുള്ളത്. ചെന്നൈയിലെ വീട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ഈ പറഞ്ഞ സിനിമകളിലൂടെ അദ്ദേഹം തുടങ്ങുന്നു. പിന്നീട് ഇന്ദ്രജാലം, പൈതൃകം, തുടർക്കഥ, വാത്സല്യം, ജോണി വാക്കർ, കിലുക്കം, ഹിറ്റ്ലർ, സോപാനം എന്നിങ്ങനെ നിരവധി സിനിമകളിൽ SPV സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ഒരുക്കുകയുണ്ടായി. പ്രത്യേകിച്ചും കിലുക്കത്തിലേക്ക് പാട്ടുകളുടെ ഓർമ്മകൾ ഈ നിമിഷങ്ങളിലേക്ക് വരേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ വേർപാടിൻ്റെ ഈ നിമിഷങ്ങളിൽ ആ ഓർമ്മകൾ തന്നെയാണ് SPVയെ സംബന്ധിച്ചിട്ട് അർപ്പിക്കാൻ കഴിയുന്ന ആദരവും എന്ന് പറയുന്നത്. അപ്പു, അതേപോലെ മഹായാനം, ദേവാസുരൻ തുടങ്ങിയ ചിത്രങ്ങൾക്കൊക്കെ അദ്ദേഹം നൽകിയ പശ്ചാത്തല സംഗീതം മലയാളത്തിൽ SPVക്ക് വലിയ രീതിയിലുള്ള ആരാധക വൃന്ദമുണ്ടാക്കി, വലിയ പ്രശസ്തിയും നൽകുകയുണ്ടായി. 85-2000 കാലയളവിലാണ് അദ്ദേഹം മലയാള ചലച്ചിത്ര രംഗത്ത് സജീവമായിട്ട് നിന്നത്, ഏറ്റവും കൂടുതൽ സജീവ സാന്നിധ്യമായി നിന്നത്. ആ സമയത്ത് അദ്ദേഹം മലയാള സിനിമയിൽ നിരവധി ഹിറ്റ് ഗാനങ്ങൾ സൃഷ്ടിക്കുകയുണ്ടായി. SPV ഈണമിട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങളിലേറെ ഗാനങ്ങളും ആലപിച്ചത് KS ചിത്രയായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ഇതുവരെ 150 ചിത്രങ്ങൾക്ക് ഈണം പകർന്നു SPV എന്ന് മാത്രമല്ല, തമിഴ്, തെലുങ്ക് ചിത്രങ്ങളിലൊക്കെ വലിയ സജീവമായിട്ടുള്ള സാന്നിധ്യമായിരുന്നു അദ്ദേഹം. രാജാവിൻ്റെ മകൻ എന്ന സിനിമയിലെ ഗാനങ്ങൾ, പിന്നെ ദേവാംഗനെ എന്ന് തുടങ്ങുന്ന ഗാനം, വിണ്ണിലെ ഗന്ധർവ വീണകൾ എന്ന് തുടങ്ങുന്ന ഗാനം, വഴിയോര കാഴ്ചകളിലെ യദുകുല ഗോപിക എന്നുള്ള ഗാനം, പവിഴമല്ലിപ്പൂ ഉറങ്ങി എന്നുള്ള ഗാനം, നായർ സാബ് എന്ന ചിത്രത്തിലെ പഴയൊരു പാട്ടിലെ പിന്നെ പുഞ്ചവയൽ കൊയ്യാൻ എന്നുള്ള ഗാനം,
ഇന്ദ്രജാലം എന്ന സിനിമയിലെ പായുന്ന ആകാശം ഞാൻ, കുഞ്ഞിക്കിളിയെ കൂടെവിടെ എന്നുള്ള ഗാനം, കിലുക്കത്തിലെ എല്ലാവർക്കും അറിയാവുന്ന പനിനീർ ചന്ദ്രികയെ, കിലുകിൽ പമ്പരം, മീനവേനലിൽ, കൂടിക്കാഴ്ച എന്ന സിനിമയിലെ ഷാരോണിൽ വിരിയും എന്നുള്ള ഗാനം, തുടർക്കഥ എന്നുള്ള സിനിമയിലെ മഴവില്ലാടും എന്ന് തുടങ്ങുന്ന ഗാനം, മാണിക്യക്കുയിലേ നീ എന്ന് തുടങ്ങുന്ന ഗാനം, ആതിര വരവായി എന്ന് തുടങ്ങുന്ന ഗാനം, ശരറാന്തൽ പൊന്നും പൂവും എന്നുള്ള ഗാനം, ജോണി വാക്കർ എന്ന സിനിമയിലെ ചാഞ്ചക്കം തെന്നിയും പൂമാരിയിൽ, ഒപ്പം തന്നെ ശാന്തമീ രാത്രിയിൽ എന്നുള്ള ഗാനം, അങ്ങനെ എണ്ണിയാൽ തീരാത്തത്ര വലിയ വലിയ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്ന ഗാനങ്ങളുടെ സംഗീത ലോകം ബാക്കിയാക്കിയിട്ടാണ് SP വെങ്കടേഷ് വിട പറഞ്ഞിരിക്കുന്നത്. 92-ൽ കൗരവർ എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത ഗാനങ്ങൾ, കനകനിലാവേ എന്ന് തുടങ്ങുന്ന ഗാനം, പിന്നെ നാടോടി എന്ന സിനിമയിലെ ദൂരെ 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 പാടും എന്ന ഗാനം, തളിർവെറ്റിലയുണ്ടോ വരദക്ഷിണ വയ്ക്കാൻ എന്ന് ധ്രുവം എന്ന സിനിമയിൽ അദ്ദേഹം സംഗീതം നൽകിയ ഗാനം, തുമ്പിപ്പെണ്ണെ വാവ എന്ന് തുടങ്ങുന്ന ഗാനം, 93-ൽ മോഹൻലാൽ നായകനായി എത്തിയ ഗാന്ധർവം എന്ന സിനിമയിലെ മാലിനിയുടെ തീരങ്ങൾ എന്ന് തുടങ്ങുന്ന ഗാനം, നെഞ്ചിൽ കഞ്ചപാണം എന്ന് തുടങ്ങുന്ന മറ്റൊരു രീതിയിലുള്ള ശ്രേണിയിലുള്ള ഗാനം, ഒരേ സമയം ആർദ്രതയുടേതായ വലിയ ഗൃഹാതുരത്വത്തിൻ്റെതായ ഗാനങ്ങൾ ചെയ്യുമ്പോൾ നേരെ വിപരീതമായിട്ടുള്ള തമിഴ് ശൈലിയിലുള്ള ഗാനങ്ങളും മലയാളത്തിൽ ആവിഷ്കരിച്ചുകൊണ്ട് അദ്ദേഹം വിപുലമായ ഗാന ആസ്വാദക വൃന്ദത്തെ നേടുകയുണ്ടായി. പൈതൃകം എന്ന സിനിമയിൽ സീതാകല്യാണ വൈഭോഗമേ എന്നുള്ള ഗാനം, വാൽക്കണ്ണെഴുതിയ മകരനിലാവിൽ എന്നുള്ള ഗാനം, സരോവരം എന്ന സിനിമയിൽ അമ്പിളിച്ചങ്ങാതി എൻ അമ്പാടിക്കണ്ണനെ നീ എന്നുള്ള ഗാനം, സൗഭാഗ്യം എന്നുള്ള 93-ലെ സിനിമയിൽ ഒന്നുരിയാടാൻ കൊതിയായി എന്ന് തുടങ്ങുന്ന ഗാനം, മറ്റൊന്ന് ഏറ്റവും ഹൃദയപൂർവ്വം നാം ഓർക്കേണ്ടതാണ് വാത്സല്യം എന്ന മമ്മൂട്ടിയുടെ സിനിമയിൽ അലയും കാറ്റിൻ ഹൃദയം എന്ന ഗാനത്തിന് സംഗീതം നൽകിയത്, താമരക്കണ്ണൻ ഉറങ്ങേണം എന്നുള്ള ആ ഗാനത്തിന് സംഗീതം നൽകിയത്, 94-ൽ കാബൂളിവാല എന്ന സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം നൽകിയ ഗാനങ്ങൾ ഇപ്പോഴും ഓർമ്മയിലേക്ക് അലയടിച്ച് വരേണ്ടതുണ്ട്. പാൽ നിലാവിനും എന്ന് തുടങ്ങുന്ന ഗാനം, തെന്നൽ വന്നതും എന്ന് ആരംഭിക്കുന്ന ഗാനം, സോപാനം എന്ന സിനിമയിൽ നോക്കുക, താരനൂപുരം ചാർത്തി എന്ന് തുടങ്ങുന്ന ഹൃദയാവർജകമായിട്ടുള്ള ഗാനം. അങ്ങനെ എത്രയെങ്കിലും ഗാനങ്ങളുടെ ഓർമ്മകൾ ഈണങ്ങളായി നമ്മളുടെ ഹൃദയങ്ങളിലേക്ക് അലകൾ തീർത്ത് വരുന്നു. മിന്നാരം എന്ന 94-ലെ സിനിമയിൽ നിലാവേ മായുമോ, ഒരു വല്ലം പൊന്നും പൂവും, ചിങ്കാരക്കിന്നാരം ചിരിച്ചു കൊഞ്ചുന്ന, സൈന്യം എന്ന സിനിമയിൽ ഇതിൻ്റെ എല്ലാം നേരെ വിപരീതമായിട്ട് ബാഗി ജീൻസും ടോപ്പും അണിഞ്ഞ് എന്ന് പുതിയ തലമുറയുടെ, അന്നത്തെ കാലത്തെ ജെൻസി എന്ന് പറയുന്ന അവരുടെ ഹൃദയതാളത്തിനൊപ്പിച്ച് ഈണം പകരാനും അദ്ദേഹത്തിന് കഴിയുകയുണ്ടായി. ചേട്ടൻ ബാവ അനിയൻ ബാവ എന്ന സിനിമയിൽ പുലരിപ്പൂക്കളാൽ, മഴവിൽ കൊടിയിൽ, മിഴിനീരിൻ കായൽ കുഞ്ഞോളങ്ങൾ എന്നിങ്ങനെയുള്ള ഗാനങ്ങൾ, മാന്ത്രികം എന്ന സിനിമയിൽ കേളി വിപിനം വിജനം എന്ന് മറ്റൊരു സ്വരസ്ഥായിയിലുള്ള മറ്റൊരു ഗാനം, മാന്നാർ മത്തായി സ്പീക്കിങ്ങിലെ എല്ലാ ഗാനങ്ങളും, ആറ്റിറമ്പിൽ ആൽമരത്തിൽ, ഓളക്കയ്യിൽ നീരാടി എന്നിങ്ങനെയുള്ള ഗാനങ്ങൾ, സ്ഫടികം എന്ന മോഹൻലാലിൻ്റെ സിനിമയിലെ ഏഴിമല പൂഞ്ചോല എന്ന വ്യത്യസ്തമായിട്ടുള്ള ഗാനം, ഇതടക്കം എത്രയെങ്കിലും ഗാനങ്ങളുടെ ഓർമ്മകൾ നമ്മളുടെ മുന്നിലേക്ക് വരുന്നു. SP വെങ്കടേഷിൻ്റെ ഈ നിര്യാണ വാർത്തയെക്കുറിച്ച് വ്യക്തമാക്കുന്നതിനും വിശദീകരിക്കുന്നതിനും വേണ്ടി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി അല്പസമയത്തിനകം ചേരും. ഹിറ്റ്ലർ എന്ന സിനിമയിലെ വാർത്തിങ്കളെ എന്ന് തുടങ്ങുന്ന ഗാനം, സുന്ദരിമാരെ എന്ന് തുടങ്ങുന്ന ഗാനം, മാരിവിൽ പൂങ്കുയിലെ നീയുറങ്ങിയോ നിലാവേ എന്നുള്ള ഗാനം, സ്വപ്നലോകത്തെ ബാലഭാസ്കർ എന്ന 96-ൽ ഇറങ്ങിയ സിനിമയിലെ കളഹംസം നീന്തും രാവിൽ, കിരീടമില്ലാത്ത രാജാക്കന്മാർ എന്ന സിനിമയിലെ തീപ്പൊരി പമ്പരങ്ങൾ, എങ്ങനെ എത്രയെങ്കിലും ഗാനങ്ങൾ വീണ്ടും വീണ്ടും നമ്മളുടെ ഓർമ്മകളിലേക്ക് വരുന്നു. ഇതെല്ലാം അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ച ഗാനങ്ങളാണ്. ഇനി പശ്ചാത്തല സംഗീതം നൽകിയ മലയാള സിനിമകൾ, അതിൻ്റെ വലിയ പട്ടിക നമ്മുടെ മുന്നിലുണ്ട്. അത് 85-ൽ തുടങ്ങുന്നു. മുളമൂട്ടിലടിമ എന്ന 85-ൽ തുടങ്ങിയ സിനിമ മുതൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പശ്ചാത്തല സംഗീതം നിർവഹിച്ച സിനിമയുടെ കണക്കുകളിലേക്ക് വരുമ്പോൾ എത്രയെങ്കിലും സിനിമകളിലൂടെ വരുന്നു. സാമ്രാജ്യം അടക്കമുള്ള സിനിമകൾക്ക് 2015-ലേത് വരെയുള്ള എത്രയെങ്കിലും സിനിമകൾക്ക് മുഴുവനായിട്ടുള്ള പശ്ചാത്തല സംഗീതം നൽകുകയുണ്ടായി. ആ രീതിയിൽ വലിയ രീതിയിലുള്ള സംഗീത സംഭാവനകൾ നൽകിയ വ്യക്തിത്വമാണ് SP വെങ്കടേഷ് എന്ന് ഈ നിമിഷം നാം ഓർക്കേണ്ടതുണ്ട്. ചെന്നൈയിലെ വീട്ടിലായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം.